നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? അവര് ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? നിങ്ങളുടെ ചെലവ് ജീവിക്കുന്ന ആളാണ്. അല്ലല്ല, ഞാൻ എന്റെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ വരുത്തെ. ഇങ്ങനെ ഒരു ഡിസ്കഷൻ നമ്മൾ കുറച്ച് പേരിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു. ഞാൻ സംസാരിക്കാം മസ്താനിയോട്. അവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയുകയും അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അറിയുകയും മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? സർ, ഞാൻ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് അല്ല പറഞ്ഞത്. എനിക്കിപ്പം എന്റെ ഇറങ്ങിപ്പോക്കോളൂ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ. എന്റെ മോൻ ഇത് ഷോ കാണുന്നതാണ്. ഏത് ഏജിലാണ് കുട്ടികൾ ഷോ കാണുന്നതല്ലേ? നിങ്ങളുടെ അമ്മയും മകളും. അപ്പൊ നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? എന്റെ പെർസ്പെക്ടീവ് ആണല്ലോ. ചെയ്യാൻ പറ്റില്ല. അവരുടെ വീട്ടിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് അവരായിട്ട് കൂട്ട് വേണ്ടെന്നുള്ളത്. നിങ്ങൾ കേട്ടോ? നിങ്ങൾ കേട്ടോ? ഇതിനകത്ത് നിങ്ങൾ കേട്ടോ? ഇല്ല. ഞങ്ങൾ വിപ്രോയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഹലോ ലക്ഷ്മി, അവര് വിപ്രോയില് വർക്ക് ചെയ്ത് അവർക്ക് ശമ്പളം കിട്ടി ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ലക്ഷ്മി പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നുന്ന ഒരാളുണ്ടെങ്കിൽ കൈവെക്കൂ. ലക്ഷ്മിക്ക് കൈവെക്കാം. കാര്യം ലക്ഷ്മിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. മസ്താനിക്ക് കൈവെക്കണോ? അല്ല, ഞാൻ ആ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ കൈ പൊക്കണോ? വേണ്ട. ലക്ഷ്മി പൊക്കിക്കോളൂ. ലക്ഷ്മിയാണത് നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് സ്റ്റിൽ നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ശരി, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ലക്ഷ്മി പറഞ്ഞു. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനല്ല ബുദ്ധിമുട്ട്, എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിലാണ് ബുദ്ധിമുട്ട്. ലക്ഷ്മി, ഞാൻ കഴിഞ്ഞോട്ടെ, ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് എന്തിനാണ് അവിടെ നിൽക്കുന്നത്?